എന്താടി മോളെ, എന്താ ഇതെല്ലാം? കണ്ടല്ലോ, മോളുടെ ഡ്രസ്സ് വെക്കാൻ ഇനി സൂട്ട് കേസ് ഇവിടെ വേറെയില്ല. ഇതിപ്പോ 8ാമത്തെയാ. ഇത്രയും സൂട്ട് കേസ് എന്തിനാ? അവര് പറയും ക്യാഷ് ആണെന്ന്. ഇത്രയും ഡ്രസ് എന്തിനാ? ഡാഡി എന്നോട് നോ പറയരുത്. ഞാൻ സെൻട്രൽ മിനിസ്റ്ററുടെ മോളാ. അമ്മോ, അതിന്റെ ഈഗോ ആണെന്ന് തന്നെ കൂട്ടിക്കോ. ആഹാ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം വാരി കൂട്ടിയത്. സൈക്കോളജിയിൽ PG ചെയ്യാനല്ലേ പോകുന്നത്. അതിന് എന്തിനാ ഈ ഡോൾസ് ഒക്കെ ഇവിടുന്ന് കെട്ടിപ്പറക്കി കൊണ്ട് പോകുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഡാഡി, ചെറിയ പിള്ളേരില്ല വണ്ടറിംഗ് ക്വാളിറ്റി കൂടുതലുള്ളത്. അവർക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ്, ആശയങ്ങൾ കൂടുതലാണ്. അതെപ്പോഴും നമുക്ക് എത്രമാത്രം എനർജിയാ തരുന്നറിയോ? ഞാനും അങ്ങനെയാ. ഉമ്മ തന്നെ. ബെസ്റ്റ് ഓഫ് ലക്ക് മോളെ. ലവ് യു ഡാഡ്. Hola. Hi. Akasha, India. Nice house. Welcome. Yeah, come in. Vas a tener una habitación preciosa. Ya lo verás. Aquí se está comodísimo. Además, una cosa, tienes una luz con un sol tan maravilloso. Yes. Hello, ma'am. There's a box. Carton box under the bed. Is it yours? No, might be belongs to the previous tenant. Just leave it there. Don't worry. ഹായ് മമ്മി, സേഫ് ആയിട്ട് എത്തി. റൂമിൽ ഇപ്പൊ എത്തിയുള്ളൂ. എല്ലാം വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ട്. മമ്മി ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. കാര്യം എന്താന്ന് വെച്ചാ, ഇതിനു മുൻപ് ഇവിടെ താമസിച്ചിരുന്നവര് ഒരു കാർട്ടൺ ബോക്സ് ഇവിടെ വെച്ചിട്ട് പോയി. അവര് മറന്നതാണോ അതോ വേണ്ടാതെ കളഞ്ഞതാണോ ഒന്നും അറിയില്ല. ഇതിനുള്ളിൽ എന്താണ്? അവർക്കിത് വേണ്ടേ? നമുക്കിത് യൂസ് ആവോ? പെട്ടെന്ന് ഇത് തുറന്ന് നോക്കിയാലേ എനിക്ക് സമാധാനം ആവുള്ളൂ. ആണോ അത് പെണ്ണോ? പെണ്ണ് തന്നെ. ഭംഗിയുണ്ട്. പേരെന്താ? ഓ, പേര് ഗോമതി. പേരും ഫോട്ടോയും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഗോമതി, നിന്റെ സ്വർണ്ണ പെട്ടിക്കകത്ത് എന്താ ഉള്ളത്? ഡയറി. ഈ ഡയറി നിന്റേതാണോ? പേഴ്സണലാ? ആരും വായിക്കാൻ പാടില്ലേ? എന്നാ ഇപ്പൊ തന്നെ വായിക്കാം. എന്താ തടയാൻ പറ്റുമോ? അച്ഛന്റെ സമ്മതവും വാങ്ങി സംഗീതം പഠിക്കാനായി ഇവിടേക്ക് വന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആയി എനിക്ക് തോന്നുന്നു. എനിക്ക് യൂറോപ്പ് വളരെ ഇഷ്ടമായി. 4th Avenue 594 എന്റെ റൂം. റൈറ്റ് സൈഡിലെ ബാൽക്കണി വ്യൂ വളരെ മനോഹരമാണ്. Really? I want to see. Wow! My God! Super! Really beautiful. വന്നപ്പോഴേ അമ്മയ്ക്ക് ഫോൺ ചെയ്തു. ആ മോളെ, നീ സുഖമായിട്ട് എത്തിയില്ലേ? ആ എത്തി അമ്മേ. അവിടെ നല്ല വെജിറ്റബിൾസ് ഒക്കെ കിട്ടുമെന്നാ പറയുന്നത്. അത് വാങ്ങി വല്ലതും ഉണ്ടാക്കി കഴിക്ക്. ഹോട്ടലിൽ നിന്ന് ഒന്നും കഴിക്കരുത്, വയറ് ചീത്തയാവും. അവിടുത്തെ ആ പിസ്സയും ബർഗറും ഒന്നും മോളെ ഫിഡൽ നോക്കിക്കോണേ. ആ ക്യാബിൻ ബാഗേജിലാണോ ലഗേജിലാണോ കൊണ്ടുപോയത്? സ്ക്രാച്ച് ഒന്നും വീട്ടല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല അച്ഛാ. കയ്യിലെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നത്. ആ നല്ലോണം നോക്കണം, മുത്തച്ഛന്റെ കാലത്തെയാ. ആദ്യം മുത്തച്ഛനും പിന്നെ അച്ഛനും ഞാനും. അത് നമുക്ക് ലക്ഷ്മി സരസ്വതിയും ഒക്കെയാ.
വിളക്കിനെ തിരി കെട്ടെന്നാ ആ തോന്നുന്നു. ഒരു മിനിറ്റ് മോളെ. സർവമംഗളമംഗല്യേ ശിവേ ആ മോളെ സർവ്വസാധികേ അങ്ങനെ പറയും. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട മോളെ. ഈ ഫിഡൽ വാദ്യം കേട്ട് മടുത്തു മോളെ. എന്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അവിടുന്ന് നിന്നെ പ്രസവിക്കുന്നത് വരെ എന്തിന് ഹോസ്പിറ്റലില് പോലും ഇങ്ങനെ വായനയായിരുന്നു. മോള് അതൊക്കെ വിട്ട് വേറെ നല്ല ഇൻസ്ട്രുമെന്റ് പഠിക്ക്. അതല്ലാതെ വേറെ എന്തായാലും കുഴപ്പമില്ല. ആ ഇന്ന് കോളേജിൽ എന്റെ ആദ്യ ദിവസമാണ്. അച്ഛൻ തന്ന വയലിനുമായി ഞാൻ സന്തോഷത്തോടെ കോളേജിലേക്ക് പോകുമ്പോഴാ എന്റെ കഷ്ടകാലത്തിന് ഞാൻ നടു റോഡിൽ വെച്ച് അവനെ കാണുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ നടന്നത്. Take care. Gracias. മരിച്ചുപോയ എന്റെ മുത്തശ്ശന്റെ വയലിനെ തകർന്ന് തരിപ്പണമായത്. ഇക്കാര്യം ഞാൻ എന്റെ അച്ഛനോട് എങ്ങനെ പറയാ? ഈ ആണുങ്ങളെല്ലാം എങ്ങനെയാ? എന്ത് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു അതേ ചെയ്യുള്ളൂ. എന്തിൽ ടച്ച് ചെയ്യരുതെന്ന് വിചാരിക്കുന്നു അതിൽ മാത്രമേ തൊടൂ. എത്ര കെയർഫുൾ ആയാലും ശരി, ക്ലീൻ ഔട്ട്. ഈ ബോയ്സ് മൈൻഡ് ഇങ്ങനെയാ. പേര് കൊള്ളാം, സഞ്ജു. ഒരു ഗുഡ് തിങ്ങിന് വേണ്ടി ബാഡ് തിങ് ചെയ്യുന്നവൻ ഗുഡ് ബോയോ ബാഡ് ബോയോ? ഓയ്, ആ റൂമിൽ പുതിയതായിട്ട് വന്നത് നീയാ? അതെ. പേരോ? ആകാശ. സഞ്ജു. എനിക്കറിയില്ലെന്നാ വിചാരം. ഞാൻ ആ റൂമിലാ താമസിക്കുന്ന ഇവനെങ്ങനെ മനസ്സിലായി? മുൻപ് ആ റൂമിൽ താമസിച്ച പെൺകുട്ടി അവൻ അറിയാത്ത പോലെയല്ലേ? ഇവനെ കണ്ടിട്ട് ആളത്ര റെഡിയാണെന്ന് തോന്നുന്നില്ല. ആ പെണ്ണിന്റെ ഡയറിയിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നുണ്ട്. ആളെ പിടികിട്ടി. ഡയറി ഇപ്പൊ തന്നെ നോക്കിയേക്കാം. അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണം. Excuse me. Yes. New joining, Miss Komli Shankar Yeah. Barnam. I want to meet Mr. Brahma. Which Brahma? Fiddle Little Brahma. Brahma? Go inside, he's playing.
ഗ്രാൻഡ് ഡോട്ടർ ഓഫ് വൈദ്യനാഥ ശങ്കരാഭരണം, ഡോട്ടർ ഓഫ് PKV ശങ്കരാഭരണം, ഗോമതി ശങ്കരാഭരണം. അനുഗ്രഹിക്കണം ഗുരുജി. കുറച്ചു നേരം കൂടി അങ്ങനെ ഇരിക്കും മോളെ. ലുക്ക്, ഓൾ യുവർ വെസ്റ്റേൺ പീപ്പിൾ ഷുഡ് ലേൺ ദിസ്. ഞാനിവിടെ വന്നിട്ട് 10 വർഷമായി. ഈ ഒരു ടച്ചിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു മോളെ. ഇവരൊക്കെ ഇതിന് പറയുന്നത് ഫിസിക്കൽ ഹറാസ്മെന്റ് എന്നൊക്കെയാ. ഈ മുമ്പിലിരിക്കുന്നവളെ കംപ്ലൈന്റ് വരെ കൊടുത്തു. ലേൺ ദിസ്. മ്യൂസിക് സ്റ്റാർട്ട് ഫ്രം ദി ഫീറ്റ് ഓഫ് ദി ടീച്ചർ. യു നോ, യു ഷുഡ് നോ ഇറ്റ്. യു മോളെ, എത്രയോ മഹാന്മാരായ സംഗീതജ്ഞർക്ക് സംഗീതം പറഞ്ഞു കൊടുത്ത മഹാനായ മുത്തശ്ശന്റെ ആ അമൂല്യമായ ഫിഡൽ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഒന്ന് കാണാൻ അനുവദിക്കും മോളെ. ഐ വാണ്ട് ടു ടച്ച് ഇറ്റ്. ഐ വാണ്ട് ടു ഫീൽ ഇറ്റ് മോളെ. ആ ഫിഡൽ ഇനി ഒരിക്കലും കാണാനൊക്കില്ല. എന്തു പറ്റി മോളെ? അത് പോയി. എവിടേക്കാ? എവിടേക്കും അല്ല ഗുരുജി, പൊട്ടിപ്പോയി. പൊട്ടിന്നോ? എങ്ങനെ? എന്ത് പ്രശ്നമുണ്ടായാലും മോളുടെ അച്ഛൻ ഒരിക്കലും തറിയരുത്. നമുക്ക് ഫിഡൽ മാത്രമല്ല അച്ഛനും കൂടി ഇല്ലാതാകും. അതെ ഗുരുജി. അതിരിക്കട്ടെ, നിന്റെ ഫിഡൽ പൊട്ടിച്ചത് സഞ്ജു തന്നെയല്ലേ? സഞ്ജു ആരാ? ഒരു അലവലാത്തിയാ. കോലൻ മുടിയൊക്കെ വെച്ച് അധികം പൊക്കമില്ലാത്ത എന്നാൽ പൊക്കം കുറവില്ലാത്ത ഒരു മീഡിയം ഹൈറ്റില്. പണ്ട് 6 പാക്ക് ആയിട്ട് ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്ന ഒരുത്തനല്ലേ? അതെ ഗുരുജി, അവൻ തന്നെയാ അത്. എനിക്കറിയായിരുന്നു. അവനും അവന്റെ കൊരങ്ങ് ഗ്യാങ്ങും. സാക്ഷാൽ ദൈവത്തിനോടൊന്ന് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും: ആ ഇഡിയറ്റിനെ എന്തിനാ ജനിപ്പിച്ചതെന്ന്. സംഗീതത്തെ ബാധിക്കുന്ന ഫംഗസാ മോളെ അവൻ. അവന്റെ ഒരു പാട്ട് ബാൻഡും പാടാൻ കുറെ കഴുത ഗ്രൂപ്പും. അവരെവിടെയുണ്ടെന്ന് ഞാൻ പറയാം. പോയി നിന്റെ ഫിഡൽ വാങ്ങിക്കൊണ്ടുവാ. വാങ്ങിക്കാതെ എങ്ങാനും വന്നാൽ ചീകി 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 നിന്നെ ചിന്തരിടും ഞാൻ. ഗോ. താങ്ക് യു വെരി മച്ച്. കുട്ടി മലയാളിയാ? ഓ, അയ്യോ, ഇവളൊരു ഊമപ്പെണ്ണാണല്ലോ, പാവം. അയ്യോ ഇല്ലില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓ, സംസാരിക്കൂല്ലേ? പിന്നെ സൗണ്ട് കട്ട് ചെയ്തോണ്ടുള്ള ഈ ആക്ഷൻ എന്തിനായിരുന്നു? ഇന്നലെ അവിടെ വെച്ച് ആ സംഭവം ഉണ്ടാവുമ്പോ നിങ്ങളൊരു ഫിഡൽ പൊട്ടിച്ചില്ലേ, അതെന്റെ അപ്പൂപ്പന്റെയാ. ഞാൻ എപ്പോഴാ ഫിഡല് പൊട്ടിച്ചത്? ഇന്നലെ ഒരു സായിപ്പിനെ ഓടിച്ചിട്ട് തല്ലിയിട്ട് അയാളുടെ തല പൊട്ടിച്ചത് ഓർക്കുന്നില്ലേ? അപ്പോഴൊരു വുഡിന്റെ സൗണ്ട് കേട്ടില്ലേ? ആ വുഡ് എന്റേതായിരുന്നു. അത് വെറും ഒരു വുഡല്ലായിരുന്നു, ഞങ്ങളുടെ ഫാമിലി ഫുഡാ. ഓ, ഐ ആം സോറി. പോയത് തിരിച്ചു കിട്ടില്ലല്ലോ. ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിച്ചു തരട്ടെ? ഓ, താങ്ക് യു സർ. യു ആർ വെൽക്കം മാം. ഞാൻ കേട്ടതുപോലെ ബാഡ് അല്ലല്ലോ നിങ്ങള്. വളരെ പൊളൈറ്റ് ആയിട്ടാ എനിക്ക് തോന്നുന്നത്. എന്റെ ഗുരുജിയാ പറഞ്ഞത്. ഞങ്ങളുടെ പ്രൊഫസർ ഫിഡൽ ബ്രഹ്മ. എന്തുട്ടാ മോളെ നിന്റെ പേര്? ഗോമതി. നീ എന്തുകൂട്ടിനും ഇങ്ങോട്ട് വന്നാവോ? സംഗീതം പഠിക്കാൻ വേണ്ടിയാ. ആ മണ്ടച്ചാരി നിന്നെ എന്ത് പഠിപ്പിക്കാനാ? 6 ബോറൻ. ഞങ്ങളുടെ ഗുരുജിയെ കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത്. എന്റെ ഫിഡൽ തിരിച്ചു തരൂ. തരാനിരുന്നതാ, പക്ഷെ അയാളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇനി നോ ചാൻസ്. ഞാൻ എന്റെ ഗുരുജിയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ഏയ്, നീ ഞങ്ങളുടെ എനിമിയാ? അയ്യോ അങ്ങനൊന്നുമില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, പറയൂ. നീ മ്യൂസിക് കോളേജിന്റെ മതിലേ കയറിയെന്ന് ഫിഡൽ ബ്രഹ്മ ഇന്റർനാഷണൽ വേസ്റ്റ് ആണ്, ആൾക്ക് മ്യൂസിക്കേ അറിയില്ല. അങ്ങനെ പറയാണെങ്കിൽ 5 ഫിഡൽ ഞാൻ വാങ്ങി. ഈശ്വരാ, ഒച്ച താഴ്ത്തി പറഞ്ഞ ഒരെണ്ണം വാങ്ങിത്തരൂ. അയാളുടെ ചെവിയിൽ പറഞ്ഞ റെഡി. അയ്യോ, വേറൊരു ഓപ്ഷൻ ഉണ്ട്. നീ ഇപ്പൊ ഇവിടുന്ന് പോണം. ഞാൻ 3 വരെ എണ്ണും. അതിനുള്ളിൽ പോയില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. 1 then 2 3. നോക്കിയിരിക്കാതെ യോഗ എടുക്കണം. ഹായ്, What are you doing here? ഇവിടുത്തെ ഗിറ്റാർ പ്ലെയർ ആണ് ഞാൻ. നിന്റെ ബാൻഡ് എവിടെ? ബാൻഡ് എവിടെയെന്ന് വെച്ചാ? നിന്റെ ഗ്യാങ് എവിടെയാണെന്ന്? എനിക്ക് ഗ്യാങ് ഉള്ള കാര്യം താൻ എങ്ങനെ അറിഞ്ഞു?
സൈക്കോളജി സ്റ്റുഡന്റ് ആണ് ഞാൻ. 2 സെക്കൻഡ് സ്കാൻ ചെയ്താൽ നിന്നെ കുറിച്ചുള്ള 100 പ്രിന്റ് ഔട്ട്സ് കിട്ടും എനിക്ക്. ഓ ഇത്രയ്ക്ക് കിടിലാണോ സൈക്കോളജി? എല്ലാം അറിയാൻ പറ്റുമോ? ഏയ്, എല്ലാവർക്കും അറിയില്ല. എന്നെ പോലെയുള്ള ഗിഫ്റ്റഡ് പേഴ്സണാലിറ്റീസിന് അറിയാൻ പറ്റും. അതെ, എന്നെ പറ്റി എന്തെല്ലാം അറിയാം? ഒന്ന് പറഞ്ഞേ. ഞാൻ വെള്ളം അടിക്കോ ഇല്ലയോ? ഞാൻ സാഡിസ്റ്റ് ആണോ അല്ലയോ? എന്റെ പ്രൊഫഷൻ എന്താ? എനിക്ക് മ്യൂസിക് അറിയാവോ? അതോ ചുമ്മാ ഗിറ്റാർ നോക്കി നടക്കുവാണോ? പറയേ, എന്റെ CD പ്ലേ. സൈക്കോളജി എന്ന് വെച്ചാൽ നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതല്ല, അറിയാത്ത കാര്യങ്ങൾ പറയുന്നതാ. നിന്റെ ടൈം ഏതായാലും കൊള്ളാം. ഞാൻ അത്ര ഡീപ്പായിട്ട് നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ പോകുന്നു. തൽക്കാലം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയനെ. നിനക്ക് എന്തിനാ ഇത്രയ്ക്ക് ധൃതി? ഡയറി കംപ്ലീറ്റ് വായിച്ചിട്ട് പോരായിരുന്നു. അലവലാദികളെ, കൊരങ്ങന്മാരെ, വൃത്തികെട്ട എന്റെ ശിഷ്യയെ കണ്ടിട്ട് കിടുകിടുകിടാന്ന് വിറയ്ക്കുന്നതിന് പകരം ഇൻസൾട്ട് ചെയ്തില്ലടാ. പോക്കൃത്തരമല്ലടാ കാണിച്ചേ. തലയ്ക്ക് വെളിവില്ലാന്ന് കരുതി തീക്കട്ട എടുത്ത് വിഴുങ്ങോടാ നീയൊക്കെ. ഒരു തൊക്കട ഫിഡലിന് വേണ്ടി വെറുതെ എങ്ങനെ കിടന്ന് കുരക്കല്ലേ? ആരുടെയാടാ തൊക്കട ഫിഡൽ? എന്റെ തൊക്കട ഫിഡൽ ആണെങ്കിൽ നിന്റെ കയ്യിലുള്ള എന്താടാ? ഈ ഓടങ്ങൊല്ലി ഗിത്താർ എന്താ? ആ ഡ്രംസ് എന്താ? ഈ തല്ലിപ്പൊളി കീബോർഡ് എന്താ? ഞാൻ പറയാടാ, ഭ്രാന്ത് പിടിപ്പിക്കുന്ന കോപ്രായങ്ങൾ. ഇതേ കുറിച്ചൊക്കെ പറയാൻ താൻ ആരാ? എന്താ ഞാൻ ആരാന്നോ? പാശ്ചാത്യ സംഗീതം എന്ന ഇരുട്ടിൽ ഒളിച്ചു നിന്ന നമ്മുടെ പൈതൃക ശുദ്ധ സംഗീതം എന്ന വെളിച്ചത്തെ ഈ 2 കൈ കൊണ്ടും ഏറ്റുവാങ്ങി ഇങ്ങനെ 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 യൂറോപ്പ് വരെ കൊണ്ടുവന്നവനാ ഞാൻ. നിനക്കത് ഊതിക്കെടുത്താൻ പറ്റുവോടാ? അവൻ ഊതി കണ്ടില്ലേ? ഇങ്ങനാണെങ്കിൽ ഒരു കാലത്ത് അവൻ കൂടെ പിടിക്കത്തില്ല. നിന്നെയൊക്കെ കണ്ടിട്ട് സംഗീത ദേവത കരഞ്ഞുകൊണ്ടിറങ്ങി പോകുമ്പോ പല പ്രാവശ്യം ആ കാലി വീണ് നിനക്കൊക്കെ വേണ്ടി ഞാൻ കെഞ്ചിട്ടുണ്ടാ. ഇനി എത്ര പ്രാവശ്യം ഞാൻ കെഞ്ചിട്ട് വരുമോ എന്തോ. ഏയ്, ഡാമേജ് ആയ സ്പീക്കർ അലർന്ന പോലെ തന്റെ ഓവർ ആക്ടിങ് കണ്ടിട്ട് തനിക്ക് മ്യൂസിക് അറിയാവുന്ന എനിക്ക് സംശയമുണ്ട്. എനിക്ക് മ്യൂസിക് അറിയില്ലെന്ന് പറയുന്നോടാ. സംഗീതമേ ഞാൻ തന്നെയാ. ഐ ആം ദ മ്യൂസിക് ഐ ആം. ഓ ശരി, താനാണോ ഞങ്ങളാണോ വലുതെന്ന് നോക്കാം. സ്ട്രിങ് പൊട്ടാതെ നോക്കിക്കോണം. ക്ലാസിക്കോ വെസ്റ്റേണോ എന്ന് ഞങ്ങൾ ഇന്ന് തെളിയിച്ചു തരണോ? റെഡി? മഹാപ്രഭു ക്ഷമിച്ചാലും അങ്ങാണ് ജയിച്ചത്. അങ്ങ് എവിടെയാണ്, ഞങ്ങൾ എവിടെയാണ്? നീയൊക്കെ ഇവിടെയും ഞാനങ്ങ് സമുദ്രത്തോളവും. എന്നെ പറ്റി നീയൊക്കെ എന്താടാ കരുതിയത്? 5 മിനിറ്റ് കൊണ്ട് നിന്നെയൊക്കെ കിടുകിട ഉറപ്പിച്ചില്ലേ? ഞാൻ കുറച്ചുകൂടി ഫോമിലായിരുന്നെങ്കിൽ എന്റെ സംഗീത സുനാമിയിൽ നീയൊക്കെ ഒലിച്ചു പോയേനെ. വാച്ച് ഔട്ട്. തെറ്റുപറ്റി ഗുരുജി. ഐ ആം റിയലി സോറി. എന്തോന്ന് സോറി? ഇത്രയും വലിയൊരു മഹാനുഭാവന്റെ അടുത്ത് സോറി പറയാനുള്ള യോഗ്യത പോലും നിനക്കൊന്നുമില്ലടാ. സോറി പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ യു ഗോ ടു ഹർ, ടേക്ക് ഹർ ഹാൻഡ്, പുട്ട് ഫിഡൽ ഓൺ ഹർ ഹാൻഡ് ആൻഡ് സേ സോറി. ഗോ. നിന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. എന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് താങ്ക്സ്. എന്താ? ഒരു സുന്ദരിയായി നീ എന്തിനാ ജനിച്ചത്? ഏതോ ഒരു നാട്ടിൽ ജനിച്ചിട്ടും ഞാനുള്ള ഈ നാട്ടിലേക്ക് നീ എന്തിനാ വന്നത്? എത്രയോ അധികം ആളുകളുണ്ടായിട്ടും നീ എന്തിനാ എന്നെ തന്നെ മീറ്റ് ചെയ്തത്? അതെ, രാത്രി എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഫോൺ ചെയ്തോട്ടെ. എത്രയാ നമ്പർ? ആ, പെട്ടെന്നെങ്ങാനും എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് മതിലും ചാടി വരണ്ടേ? അഡ്രസ് എങ്ങനെയാണ്? അമ്മോ, ഇവൻ സാധാരണ പുള്ളിയൊന്നുമല്ല. ഇത്രയും പുകഴ്ത്തിയാൽ ഏത് പെണ്ണാ വീണു പോവാത്തത്? എന്തായാലും തോറ്റു കൊടുത്തത് ഇവൾക്ക് വേണ്ടിയാണെന്നൊന്നും പറഞ്ഞു കളഞ്ഞില്ലല്ലോ. ഞാൻ തോറ്റു കൊടുത്തത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാവോ നിനക്ക്? അമ്മോ, ഇവൻ ആള് വിചാരിക്കുന്ന പോലൊന്നുമല്ല, കാഞ്ഞ ബുദ്ധിയാ. എന്റെ മനസ്സിലിപ്പോൾ സഞ്ജു മാത്രമാണ്. എനിക്ക് അവനെ കാണണം എന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന എന്റെ ആഗ്രഹം. ഗോമതി, മനസ്സിന്റെ കൺട്രോൾ പോയാൽ കോൺസെൻട്രേഷൻ കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂഷൻ ഒന്നുമില്ല ഗുരുജി. എന്റെ കോൺസെൻട്രേഷൻ ഗിറ്റാറിലായിരുന്നു. എന്ത്? എനിക്ക് ഗിറ്റാർ പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. ഗിറ്റാർ പഠിക്കണമെന്നുണ്ടോ? ഒന്നെങ്കിൽ തന്നാലുണ്ടല്ലോ. മംഗളകരമായ ഫിഡിലിനെ ഉപേക്ഷിച്ച് വൃത്തികെട്ട ഗിറ്റാർ പഠിക്കാൻ പോണെന്നോ? നീ ആരാണ്, ഏത് കുടുംബത്തിലാ ജനിച്ചതെന്ന് വല്ല ചിന്തയുണ്ടോ? ശങ്കരാഭരണം ഫാമിലിയാ നിന്റേത്. നിന്നെ കുറിച്ച് എനിക്ക് എന്ത് പ്രതീക്ഷയാണെന്നറിയോ?
വെസ്റ്റേൺ മ്യൂസിക്കിനെ ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി ഞാൻ കുലയ്ക്കാൻ പോകുന്ന വലിയ മിസൈലാണ് നീ. ജീവൻ പോയാലും ഞാനത് സമ്മതിക്കില്ല. ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ആ സഞ്ജുവിന്റെ അടുത്തെങ്ങാനും പോയാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. പറഞ്ഞോർമ്മണ്ടല്ലോ. ഇന്ത്യൻ ബാങ്കിൽ നിന്നും ടാക്സ് അക്കൗണ്ട്സ് അല്ലാത്ത ക്രോർസ് ഓഫ് റുപ്പീസ്, അതായത് മില്യൺസ് ഓഫ് അമേരിക്കൻ ഡോളേഴ്സ് നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത്രയധികം പണം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ എംബസി നിങ്ങളുടെ എംബസിയിൽ നിന്നും ഫൈനാൻസ് ക്ലിയറൻസ് ചോദിക്കും. എൻ്റെ ആൾ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കുക. Algunos millones de NIPS indias significa que algunos millones de dólares americanos deben ser transferidos a su banco. Para ello necesitan la autorización de indios o su embassy. No, no, es un crimen. Yo no lo acepto. ഞാൻ ആരോടെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്താൽ നോ എന്ന് പറയുന്നത് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 24 hours ടൈം തരും. ഫിക്സഡ് പ്രൈസ്. ആൻസർ യെസ്. കേറരുതെന്ന് ഗുരുജി പറഞ്ഞിട്ടുണ്ട്. ഏയ് മിണ്ടാ വന്ന് കേറ്. ഗുരുജിയോട് പറയല്ലേ. നമ്മൾ എവിടേക്കാ പോകുന്നത് പറയുന്നേ. നടക്കില്ല ഏട്ടാ. എന്താ പറയുന്നത്? സമ്മതിച്ചില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇന്ത്യയിൽ നിന്ന് അത്രയും ക്യാഷ് ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിയാമോ? മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇവിടെ വെയിറ്റിംഗ്. ഒറ്റ അക്കൗണ്ട് മതി അത് നിന്റെ ബാങ്കിലിടാന്ന് പറഞ്ഞിട്ട് ഒക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കേ? പറയുന്നേ. നമ്മൾ എവിടേക്കാ പോകുന്നേ? പ്ലീസ് ഒന്ന് പറയൂ സഞ്ജു. ഇറങ്ങിക്കോ. എന്ത് പറ്റി? ഇറങ്ങടോ. എന്തിനാ എന്നെ ഇവിടെ ഇറക്കിയത്? ഞാൻ സ്നേഹത്തോട് വിളിക്കുമ്പോ എങ്ങോട്ടാ എന്തിനാന്ന് ചോദിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. ഞാനിവിടെ നിൽക്ക്. മാറി. നീ 5 മിനിറ്റിനുള്ളിൽ ഇവിടെ തിരിച്ചു വന്നില്ലെങ്കിലുണ്ടല്ലോ. ബൈക്ക് ഉൾപ്പെടെ ബ്ലാസ്റ്റ് ആയിപ്പോട്ടെ. Go and get the girl. Bring her to me. എനിക്ക് അവളെ വേണം. വാ കേറ്. വാ, കാട്ടിനുള്ളിൽ പോയിരുന്നു സംസാരിക്കാം. ആൺപിള്ളേര് ബീച്ച് കാട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചാ പോകരുതെന്നാ പറഞ്ഞിട്ടുള്ളത് എന്റെ അമ്മ. ആഹാ, പിന്നെ എന്റെ അമ്മ വിളിച്ചോണ്ടോ പറഞ്ഞിട്ടുണ്ടോ? അവിടെ വേറെ ഒന്നും നടക്കില്ല. നിനക്ക് മാത്രമല്ലല്ലോ ഒരു അമ്മ. വാ ഗോമതി, ഞാൻ ഒത്തിരി പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്. പക്ഷെ നിന്നെ ഇഷ്ടപ്പെട്ടതുപോലെ വേറെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല. കറങ്ങിയിട്ടുണ്ടല്ലേ? ഒത്തിരി പെൺകുട്ടികളുമായി കറങ്ങിയിട്ടുണ്ടല്ലേ? മോശമായിട്ടൊന്നും ചിന്തിക്കണ്ട. ചെറുപ്പത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോ പലരുടെയും കൂടെ കറങ്ങാറില്ലേ നമ്മള്? നീ അങ്ങനെ കറങ്ങിയിട്ടുണ്ടാവില്ലേ? ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഗോമതി, ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. ഹൈറ്റും വെയിറ്റും എല്ലാം മാച്ചാണ്. രണ്ടുപേരും മ്യൂസിക്, പോരെങ്കിൽ യൂറോപ്പിൽ. നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാം. എനിക്ക് ലവിലൊന്നും വിശ്വാസമില്ല. എനിക്കും ഇല്ല അത്. അതുകൊണ്ടാ നിന്റെ ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ടത്.
സൗന്ദര്യം കണ്ടല്ല. എന്താ ഞാൻ സുന്ദരിയല്ലേ? അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. എന്റെ സൗന്ദര്യത്തെക്കാളും ക്യാരക്ടർ സൂപ്പർ അല്ലേ? 100%. എന്താ എന്റെ ക്യാരക്ടർ? നീ ഒറ്റയ്ക്കിരിക്കുമ്പോ ഒരാളും നിന്നെ നോക്കുന്നില്ല എന്നറിയുമ്പോ തോന്നുന്നത് എന്താണോ അതാണ് നിന്റെ ക്യാരക്ടർ. അത് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. ഓഹോ, അപ്പൊ നിന്റെ ക്യാരക്ടർ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? നീ ഒറ്റയ്ക്കിരിക്കുമ്പോ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? എല്ലാം അങ്ങ് തുറന്നു പറയണോ? ഗസ് ചെയ്തോ. ചിലപ്പോ തുണിയില്ലാതെ നടക്കുമായിരിക്കോ, ബ്ലൂ ഫിലിം കാണുമായിരിക്കോ, ആർക്കറിയാം. ആ സമയത്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അന്യൻ ക്യാരക്ടർ പുറത്തിറങ്ങുന്നത്. ആ ക്യാരക്ടർ മനസ്സിലാക്കിയാൽ നമ്മൾ ആരാണെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളോട് ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, എന്തേലും തെറ്റ് ചെയ്തോ? അത് തന്നെ ഞാനും പറഞ്ഞത്. ഒന്നും നടന്നില്ല, എല്ലാം വെറും ഗോസിപ്പുകളാ. അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരെ വിളിച്ച് ദയവായിട്ടൊന്ന് വരണം പ്ലീസ്. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുക. ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. രാത്രിയിലുള്ള ഭക്ഷണം കഴിച്ചു, പിന്നെ ഹാഫ് സാരി മാറ്റി നൈറ്റ് ഡ്രസ് ഇട്ടു. പിന്നെ വേറെന്തൊക്കെയാ ചെയ്തേ? എന്റെ ക്യാരക്ടർ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ അവനെങ്ങനെ മനസ്സിലായി? ഹലോ. ഹലോ സഞ്ജു. ഹായ്. നീ തനിച്ചാണോ താമസിക്കുന്നത്? അതെ. ഇപ്പൊ എന്ത് ചെയ്യുവാ? ഞാൻ വാതിൽ ഓർക്കാണ്. എവിടെ? നിന്റെ വീടിന്റെ. അയ്യോ, എന്താ സഞ്ജു ഇത്? എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഷർട്ടൊക്കെ അഴിക്കുന്നേ? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സഞ്ജു ഞങ്ങളുടെ ആളാ? ബ്രാഹ്മിൻസാ? ബാപ്പനീസ്. ബാപ്പനീസ് എന്ന് വെച്ചാ എന്താ? ജാപ്പനീസാ? കൺവേർട്ടഡ് ബ്രാഹ്മിൻസാ ബാപ്പനീസ്. ബ്രാഹ്മിൻസിന് കൺവേർഷൻ ഉണ്ടോ? എന്താ എല്ലാവർക്കും ആകാമെങ്കിൽ ബ്രാഹ്മിൻസിനും ആയിക്കൂടെ? അല്ല, തനിക്ക് എന്തിനാ ഇത്രയ്ക്ക് കാസ്റ്റ് ഫീലിംഗ്സ്? എന്റെ അമ്മോ, ഫ്യൂച്ചറിൽ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ. അതിന് ഫ്യൂച്ചറിൽ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ പോകുന്നു? ഗോമതി, ഐ ലവ് യു. പ്ലീസ് സഞ്ജു, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്താ പറഞ്ഞത്? നീ എന്താ പറയുന്നത്? ഞാൻ ഐ ലവ് യു എന്നാ പറഞ്ഞത്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ നീ എന്നെ എന്തേലും ചെയ്യൂ? ഞാൻ എന്തെങ്കിലും ചെയ്യാതെ പോയാൽ താനാകെ വിഷമിക്കുമെന്ന് തോന്നുന്നല്ലോ. നീ എന്നിൽ നിന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ ഗോമതി. വേണ്ട സഞ്ജു. ഒരേ ഒരു ഉമ്മ. ഒരു ഉമ്മ കൊണ്ട് നീ നിർത്തില്ല. എന്താ സഞ്ജു? ഒരു ഉമ്മ കൊണ്ട് നിർത്തില്ല എന്ന്. ഓ, അപ്പൊ ഉമ്മ ഓക്കെ ആണല്ലേ? പക്ഷെ നീ നിർത്തില്ലല്ലോ. എന്റെ ആഗ്രഹം അത് തന്നെയാ. വേണ്ട സഞ്ജു. No. The room, same place, same bed. അങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൺപിള്ളേര് കൺവിൻസ് ചെയ്യും. അവൻ ആള് സോഫ്റ്റ് ആണെങ്കിലും എന്റെ സൈക്കോളജി വെച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. കത്തിയെടുത്ത് കുത്തിക്കളയും. ധൈര്യം ഉണ്ടോടാ? ഞാറടി വാടാ. ധൈര്യം ഉണ്ടെങ്കിൽ വാ. എന്തിനാ നീ എന്നോടന്ന് അതേ റൂം തന്നെയാണോ എന്ന് ചോദിച്ചത്? വരാനാ? വാടാ. ഒറ്റയ്ക്കാവുമ്പോ എന്റെ ക്യാരക്ടർ എന്താ ഇങ്ങനെ?